ഹലോ എവരി വൺ, വെൽക്കം ടു ചിന്നു സ്വീറ്റ്സ് ആൻഡ് സ്പൈസി വേൾഡ്. നമ്മൾ ഇന്ന് ഇവിടെ ഒരു മീനില്ലാത്ത മീൻകറിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അടിപൊളി ടേസ്റ്റ് ഉള്ള പലതരത്തിലുള്ള മീനില്ലാത്ത മീൻകറി വെച്ച് കഴിച്ചിട്ടുണ്ടാവും. പക്ഷെ ഇതൊരു വെറൈറ്റി ടേസ്റ്റ് ആണ് അല്ലേ മാം? അതെ. നമുക്ക് മീൻ കഴിക്കില്ലാത്തവർക്കും പുഴുക്കിന്റെ ഒക്കെ കൂടെ അല്ലേ? മീൻ കഴിക്കുന്നവർക്ക് കപ്പപ്പുഴുക്ക്, പച്ചക്കപ്പ പുഴുക്കിനാണ് ഏറ്റവും നല്ലത്. നല്ല ടേസ്റ്റ് ആണ്. അപ്പൊ അതെങ്ങനെയാ തയ്യാറാക്കുന്നത് നേരെ നോക്കാം അല്ലേ? എങ്ങനെയാ എന്നൊക്കെയാ വേണ്ടത്? ചെറിയ ഉള്ളി അരിഞ്ഞത് വേണം. ചെറിയ ഉള്ളി തന്നെ വേണമെന്നുണ്ടോ മേ? ചെറിയ ഉള്ളിയാണ് ടേസ്റ്റ് കൂടുതൽ. സവോള ഇപ്പം മടിയുള്ളവർക്ക് വേണമെങ്കിൽ സവോള ഉപയോഗിക്കാം അല്ലേ? പക്ഷെ ടേസ്റ്റ് ഇച്ചിരി കുറയുന്നേ ഉള്ളൂ. അതെ. പിന്നെ തേങ്ങ കൊത്ത് ചെറുതായിട്ട് അരിഞ്ഞതാണ് ഇത്. വലിപ്പം ഇല്ലാണ്ട് അരിഞ്ഞെടുക്കുന്നതായിരിക്കും അല്ലേ? കനം കുറച്ച്. പിന്നെ മുളക്, ഇഞ്ചി. ഇഞ്ചി ഒരു കുഞ്ഞു കഷ്ണം അല്ലേ? ഇഞ്ചി ഒരു കുഞ്ഞു കഷ്ണം മതി, ഒത്തിരി വേണം. അരിഞ്ഞു കഴിയുമ്പോൾ ഒരു ടീസ്പൂൺ ഒക്കെ വരുന്ന പോലെ. ഒരു ടീസ്പൂൺ കഷ്ടിയ കാണും. അത് നമ്മൾ എടുക്കുന്ന ഉള്ളിയുടെ ഒക്കെ അളവിനനുസരിച്ച് ഇതിന് വേരിയേഷൻ വരും. പിന്നെ മുളകാണെങ്കിലും 2 ഇവിടെ നമ്മളിപ്പോ എടുത്തിട്ടുള്ളൂ. അത് എരിവിനനുസരിച്ച് വേണ്ടവർക്ക് വേണ്ട പോലെ ചേർക്കാം. പിന്നെ കൊടംപുളി. അതെ, ഉപ്പിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഒരു ചുളയെ എടുത്തിട്ടുള്ളൂ. അതും പാകത്തിന് പുളിയൊക്കെ നോക്കിയിട്ട് പാകത്തിനായിട്ട് എടുക്കാം. ഇതെല്ലാം കൂടെ നമുക്ക് വേവിക്കാം ചട്ടിയിലിട്ട്. എല്ലാം കൂടെ ഒരുമിച്ച് വേവിക്കാം. അല്ല, ഇത് വെച്ച് പയ്യെ ഒന്ന് തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ പുളിവെള്ളം ആദ്യം ഒഴിച്ച് അത് തിളച്ചതിന് ശേഷം മാത്രമേ ബാക്കി ചേർക്കാവുള്ളൂ. പുളി വേഗം ഇറങ്ങാൻ വേണ്ടിയിട്ട് അതിനെ ചെറുതാക്കി ആണ് അടുപ്പത്ത് വെച്ചിരിക്കുന്നത്. വെള്ളം തിളച്ച് തുടങ്ങുമ്പോൾ നമുക്ക് കഷ്ണം കൂടി ഇടാം. പുളിവെള്ളം തിളച്ച് തുടങ്ങി. നമുക്ക് ഉള്ളിയും സവോള വേണമെങ്കിൽ വേണ്ടവർക്ക് സവോള അല്ലേ? സവോള ഇടുന്നതിന് കുഴപ്പമില്ല, ടേസ്റ്റ് ഉള്ളി തന്നെയാണ്. തേങ്ങ അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. ഇഞ്ചി വഴറ്റൊന്നും വേണ്ടല്ലേ മേ? ചുമ്മാ പച്ചക്കറില്ല ഞാൻ ഇങ്ങനെ തന്നെ ചേർത്താൽ മതി കേട്ടോ. ഇഞ്ചിയും പച്ചമുളകും ഒക്കെ നേരെ അങ്ങോട്ട് പുളിവെള്ളത്തിലോട്ട് ചേർത്ത് കൊടുക്കുക. അതായത് ഉള്ളി, തേങ്ങ അരിഞ്ഞ് വെച്ചത്, ഇഞ്ചി, പച്ചമുളക്. അതൊക്കെ ഈ ഇഞ്ചി പച്ചമുളകും ഒക്കെ നമ്മൾ എടുക്കുന്ന ഉള്ളിയുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് എടുക്കുക. അതുപോലെ തന്നെ വെള്ളം അങ്ങനെ തന്നെ അല്ലേ മേ? വെള്ളം നമുക്ക് എത്ര ചാറ് വേണം അല്ലെങ്കിൽ നമ്മുടെ കഷ്ണങ്ങൾ എത്രയുണ്ട് അതിനനുസരിച്ച് വെള്ളം എടുക്കുക. ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണമേ? ഇച്ചിരി മഞ്ഞപ്പൊടി, അല്പം മഞ്ഞപ്പൊടി. പാകത്തിന് അടച്ചു വെച്ച് കഴിക്കണേ. നമുക്ക് അടുപ്പത്ത് വെച്ചിരിക്കുന്ന കഷ്ണം വേകുമ്പോഴത്തേക്കും അതിന് അല്പം തേങ്ങയും കൂടി അരയ്ക്കണം. ആ കഷ്ണം അധികം നേരത്തെ വേവില്ലല്ലോ അല്ലേ? അത് അധികം നേരത്തെ വേവില്ല. തേങ്ങയും നമ്മൾ എടുക്കുന്ന കഷ്ണത്തിനനുസരിച്ച് എടുക്കുക. അതെ, തേങ്ങയും കഷ്ണത്തിന് കൊഴുപ്പ് കിട്ടാൻ പാകത്തിന് അരയ്ക്കണം. മല്ലി ഒരു ടീസ്പൂൺ മതി. അല്പം മുളക് പൊടിയും ചേർത്ത് ഏതാണ്ട് 1 ടീസ്പൂൺ നമ്മൾ എടുത്തിട്ടുണ്ട്. അത് 2 പച്ചമുളക് ഓൾറെഡി ഇട്ടിട്ടുണ്ട്. പിന്നെ എരിവിനനുസരിച്ച് പിന്നെ ലേശം നിറം കിട്ടാനായിട്ട് അല്ലേ, ആ ഒരു മുളക് പൊടിയുടെ കടയായിട്ട്. അപ്പൊ അത്രയും അരച്ചെടുക്കണം അല്ലേ? മല്ലി ആണെങ്കിൽ നമ്മൾ സാധാരണ അരപ്പിന് എത്ര തേങ്ങ എടുക്കുന്നോ അതിനനുസരിച്ചുള്ള മല്ലി എടുക്കുക. ആ മല്ലിയുടെ ടേസ്റ്റ് കിട്ടുന്നതിന്. അത് നല്ലപോലെ തിളച്ചിട്ടുണ്ട്. വെന്തോന്ന് തോന്നുന്നു. ഉള്ളിയല്ലേ അല്ലേ, പെട്ടെന്ന് വെന്തിതാവും. വെന്തൂല്ലേ? അരപ്പും കൂടെ ചേർക്കാം. നമുക്ക് അരപ്പ് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. തിളക്കണോ? ഇനി നല്ലോണം തിളക്കണം. കരിവേപ്പില ചേർക്കണം. കടുക് വറുക്കിയതാ? കടുക് വറുക്കണ്ട, വേണ്ട. എണ്ണ ഒഴിച്ചാൽ മതി. പച്ച തിളച്ച് തുടങ്ങി. നമുക്ക് കരിവേപ്പിലയും കൂടി ഇടാം. കറിവേപ്പില എത്ര വേണമെങ്കിലും ചേർക്കാം അല്ലേ? നല്ല ടേസ്റ്റ്. കരിവേപ്പില ടേസ്റ്റിന് നല്ലതാണ്. കരിവേപ്പില ഇട്ട് ഇളക്കിയിട്ടുണ്ട്. നമുക്ക് അല്പം കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ അല്ലേ? 2-3 നുള്ള് അത്രേ ഉള്ളൂ. കുറച്ച് മതി, ടേസ്റ്റ് വരാൻ മാത്രം മതി. ഇനി ലാസ്റ്റ് നമ്മൾ വെളിച്ചെണ്ണയും കൂടി ഒഴിക്കും അല്ലേ? നമ്മൾ ഇനി വാങ്ങി വെച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിക്കണം. നല്ലപോലെ തിളച്ചിട്ടുണ്ട്. നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിട്ട്
ഇത് വാങ്ങാം. അല്പം വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാം. പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അല്ലേ? ഉം. ടേസ്റ്റ് ആവും. അപ്പം പച്ചക്കപ്പ ഒഴുങ്ങിയതിനാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ പച്ചക്കപ്പ ഒഴുങ്ങിയതുണ്ട്. കുറച്ച് വെച്ചാൽ മതി, നോക്കാം. പച്ചക്കപ്പയും കറിയും. തേങ്ങാക്കൊത്തൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചേർക്കാം അല്ലേ? തേങ്ങാക്കൊത്ത് ഇഷ്ടത്തിന് ചേർക്കാം. ഇഷ്ടത്തിന് ചേർക്കാം. കൂടുതൽ ചേർത്താൽ കൂടുതൽ ടേസ്റ്റ്. കറാന്ന് കടിക്കാനും കിട്ടും. അതെ, ഇഷ്ടംപോലെ കടിക്കണമെങ്കിൽ തേങ്ങാക്കൊത്ത് കൂടുതൽ ചേർക്കാം. ചൂടുണ്ട്, കഴിച്ചു നോക്കാമേ. അമ്മ ഉണ്ടാക്കുന്നത് അമ്മ കഴിച്ചു നോക്കണ്ടായില്ല, അമ്മ ഇഷ്ടം പോലെ കഴിച്ചു കഴിഞ്ഞതാണ്. അടിപൊളി. ശരിക്കും ആ മീൻകറി മീനില്ലെന്നുള്ളത് മാത്രമേ ഉള്ളൂ, മീനിൻ്റെ ഒരു ഉളുമ്പയോ ഇല്ലെന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ മീൻകറി പോലെ തന്നെയുണ്ട്. നമ്മൾ പച്ചത്തേങ്ങ അരച്ച് മീൻകറി വെക്കുന്ന പോലെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു. അപ്പോൾ ഇത് കഴിച്ച് തീർക്കട്ടെ കേട്ടോ.